ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഷെഫ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു പടവലങ്ങ തോരനാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതിനായിട്ടൊരു പാൻ എടുത്തിട്ടുണ്ട്. ഈ പാനിലേക്ക് ഒരു മീഡിയം സൈസ് വരുന്ന പടവലങ്ങ അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് ഒരു സ്ക്വയർ ഷേപ്പിലായിട്ട് ഞാൻ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ആ പടവലങ്ങ നമുക്ക് ഈ പാനിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി ഇത് വേവാൻ ആവശ്യമായിട്ടുള്ള 1.5 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ഒരു 15 മിനിറ്റോളം ഇത് നമുക്ക് കുക്ക് ചെയ്തിട്ട് എടുക്കാവുന്നതാണ്. ഇത് കുക്കാവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് ഞാൻ അരമുറി തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട്. 2-3 ചെറുള്ളി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. എരിവിനനുസരിച്ച് മുളക് നമുക്ക് ആഡ് ചെയ്യാം. ഞാൻ ഒരു മുളകാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ നല്ല ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് നന്നായി ചതച്ചെടുക്കാം. അരഞ്ഞു പോവാതെ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ നന്നായി ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ അരപ്പ് നമുക്കൊന്ന് വറവിട്ട് എടുക്കാവുന്നതാണ്. അതിനായിട്ടൊരു പാന് നമുക്ക് ചൂടാകാനായിട്ട് വെക്കാം. പാൻ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാവുന്നതാണ്. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് നമുക്ക് 1.5 ടീസ്പൂണോളം കടുക് ഇട്ട് കൊടുക്കാവുന്നതാണ്. കടുക് പൊട്ടി ഞാനൊരു സവോള അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഉള്ളി ഒന്ന് ബ്രൗൺ ഷെയ്ഡായി വരുമ്പോൾ, നല്ല ബ്രൗൺ ഷെയ്ഡ് ആവേണ്ട, ചെറുതായിട്ടാവുമ്പോൾ നമുക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിൻ്റെ പച്ച മണമൊന്ന് മാറുന്നത് വരെ ജസ്റ്റ് എണ്ണയിലൊന്ന് വറവിട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പടവലങ്ങ ഈ മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതൊന്ന് കുക്കായി ഒരു 2 മിനിറ്റ് നമ്മളൊന്ന് ജസ്റ്റ് ഇളക്കി കൊടുത്ത് ചൂടായി വന്നതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. അപ്പം അരപ്പ് നന്നായി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 2 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാവുന്നതാണ് കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നല്ല ചൂടായി വന്നു കഴിഞ്ഞാൽ എല്ലാ ഭാഗത്തേക്കും തീയെത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി ഇതൊന്ന് അടച്ചു വെക്കാം. ജസ്റ്റ് ഒരു 5 മിനിറ്റ് അടച്ചു വെച്ചത് വെന്ത് വന്നു കഴിഞ്ഞാൽ ഇതേ നമ്മളെ സ്വാദിഷ്ടമായിട്ടുള്ള പടവലങ്ങ തോരൻ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാം, ചപ്പാത്തിയുടെ കൂടെ കഴിക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത് മാത്രം മതി നമുക്ക് ചോറ് കഴിക്കാൻ. അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുവാനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.